ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ അന്ന് നമ്മൾ നോമ്പും പണി തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിനി. അതിൻ്റെ ബാക്കി പിന്നെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അല്ലേ. പിന്നെ ബാക്കി എടുക്കാനേ ഒഴിവിട്ടില്ല കേട്ടോ. പിന്നെ ഫുള്ള് ഹോസ്പിറ്റൽ കേസും പ്രസവവും പ്രസവിക്കലും വയറാണാൻ പോലും അത് കാണാൻ പോലും ഇത് കാണാൻ പോലും പിന്നെ പ്രസവിച്ചവർക്ക് സാധനം കൊണ്ടേ കൊടുക്കല് പിന്നെ എന്താ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പൊണ്ണൂൻ്റെ കുട്ടീനെ കൊണ്ട് പോകല് ഒക്കെ കൂടിയായിട്ട് പിന്നെ ഓളാരെങ്കിലുമൊക്കെ കാണാനും വരും. അങ്ങനെ ആയിക്കാണ്ട് ഞങ്ങളെ പണി അങ്ങോട്ട് സ്റ്റോപ്പായി. ഇനി അങ്ങനെ സ്റ്റോപ്പാക്കിയാൽ പറ്റൂലല്ലോ, കാരണം നോമ്പ് ഇവിടെ അടുത്തെത്തി നോമ്പ്. അപ്പം ഞാൻ എന്തായാലും എടുക്കണം. അപ്പം ഇന്ന് പണിയെടുക്കാൻ ഒരുങ്ങിയേക്കാണ്. അപ്പം ഉമ്മ ജനാലകളൊക്കെ തുറന്നിട്ടിക്കണം കേട്ടോ. അന്ന് ആകെ തട്ടലും ഇതൊക്കെ അന്ന് കഴിച്ചിന്. ഇന്ന് ഫുള്ള് തുടക്കലും കേൾക്കലൊക്കെയാണ് കേട്ടോ ഇന്നത്തെ പരിപാടി. അപ്പം ഇന്ന് നമ്മളെ നോമ്പ് പണി ഫുള്ളാക്കണം എന്നാണ് വിചാരിച്ചത്. പിന്നെ തിരുമ്പലൊക്കെ അതിൻ്റെ അടുക്ക് ചില ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഞാനിങ്ങനെ തിരുമ്പുമ്പം ആ കൂട്ടത്തിൽ അങ്ങനെ ചില വലുതുകളൊക്കെ അങ്ങനെ തിരുമ്പട്ടോ. അങ്ങനെ ഒരു പുതപ്പും അല്ല 2 പുതപ്പൊക്കെ തിരുമ്പലൊക്കെ കഴിഞ്ഞിരിക്കണം. ഇനിയുണ്ട് പുതപ്പുകൾ തിരുമ്പാൻ. അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരുമ്പട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കേകലും മുറലൊക്കെയാണ് പണി കേട്ടോ. അപ്പം ഇനി ഇന്നത്തെ നോമ്പ് പണിയെ കാണിച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുട്ടീനെ BCG അടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ചെറുതിനെ. അപ്പം ഇന്നലെയൊക്കെ ഞങ്ങൾ അതിന് പോയക്കേനി BCG അടിക്കാനോ വെയിറ്റ് ആവാതെ അടിക്കാൻ പറ്റൂല പറഞ്ഞാണ്ട് അടിച്ചിട്ടില്ലേനി. അപ്പോൾ വെയിറ്റ് 2.5 ആയിട്ട് അടിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ BCG ഒക്കെ അടിച്ച് അപ്പോൾ അതിന് പോകും, പിന്നെ അമ്മയും പോകും. അങ്ങനെ ആയിട്ട് പെരയിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫുള്ള് പോകൽ തന്നെ കേട്ടോ പണി. അപ്പം ഇന്ന് നമ്മൾ ഫുള്ള് തീർക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ പണി. അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇറങ്ങാമെന്ന് കരുതിയില്ലെങ്കിൽ പിന്നെ ചോറും കൂട്ടാനും പണി കഴിഞ്ഞ് പഴിച്ച് കുത്തിറക്കുമ്പോൾ ചോറും കൂട്ടാനും ഉണ്ടാക്കാൻ കുത്തിറക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ മുന്നേ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നമ്മൾ പണിയാണ് കഴിഞ്ഞാൽ വേഗം ചോറുന്നാലോ. അപ്പോൾ അത് വിചാരിച്ചിക്കാണ്ട് ചോറും കൂട്ടാനൊക്കെ ഉമ്മ ഉണ്ടാക്കൽ തുടങ്ങിക്കണം കേട്ടോ. പിന്നെ ഇന്ന് എന്തോ ഹർത്താൽ എന്തോ ആണ്. അപ്പോൾ ഇന്ന് മീൻകാരനൊന്നും വരലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് മീനൊന്നും ഇല്ല കേട്ടോ. ഇന്നെന്തോ മത്തൻ കറി ഇതൊക്കെയാണ്. അപ്പോൾ ജനാല കണ്ടില്ലേ ആകെ തുറന്നിട്ടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ തുടക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ പണി എന്താ വെച്ചാൽ ജനാല തുറക്കലൊക്കെ ഉമ്മാൻ്റെ പണിയാണ് കേട്ടോ. എൻ്റെ പണി അടുക്കള ക്ലീൻ ആക്കലാട്ടോ എൻ്റെ പണി. അടുക്കളയിലാണ് പണി. അപ്പോൾ അത് വല്ല എന്നെ ഏൽപ്പിച്ചേക്കാം കേട്ടോ. ജനാലും അതൊരു വലിയ പണിയില്ലല്ലോ, അങ്ങനെ തുടച്ച് പോയാൽ മതിയല്ലോ അല്ലോ ഉണ്ടോ. അപ്പോൾ ഈ കാണുന്ന എന്നിട്ട് എന്നോട് അറിയാം എൻ്റെത് ഞാൻ 1 മണിയാകുമ്പോഴത്തേന് തീർക്കും. അപ്പോൾ എൻ്റെത് വേഗം തീർത്തോണ്ടിന്ന് പറഞ്ഞു എന്നോട്. പിന്നെ മുഖത്തൊരു ഇത് തേച്ച് ഓലമ്മൻ്റെ തേച്ചിന് കേട്ടോ. ഓലമ്മൻ്റെ തേച്ചിട്ട് അതാണ് ഇങ്ങനെ ഒരു എണ്ണമയം പോലെ വെക്കണത്. അപ്പോൾ എനിക്ക് ഇനി കാണുന്ന അളക്കും പാത്രവും ചട്ടിയും കുടിക്കും ഒക്കെ കെഗലാണ് എൻ്റെ പണി. ഫ്രിഡ്ജ് ഇതൊക്കെ ക്ലീൻ ആക്കലാട്ടോ എൻ്റെ പണി. അപ്പം നമുക്ക് പണിക്ക് തുടങ്ങാം. അതിൻ്റെ മുന്നേ എൻ്റെ മകളവിടെ കുളി തുടങ്ങിക്കണം. അതിനെ പിടിച്ചാണ്ടൊന്ന് ഔത്തിടണം കേട്ടോ. ഇല്ലെങ്കിൽ ഇപ്പോൾ ഫുള്ള് കുളി തുടങ്ങിക്കണം കേട്ടോ. അപ്പം ഞാൻ അതിനെ പിടിച്ചാണ്ടൊന്ന് ഔത്തിടും കൂടി വേണം. അപ്പോൾ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അത് അമ്മ തുടങ്ങി കേട്ടോ. അമ്മ ആയുധങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അമ്മേൻ്റെ പണി തുടങ്ങി കേട്ടോ. നല്ലോണം വെള്ളമാക്കി കേൾക്കുന്നുണ്ട് കേട്ടോ. നല്ല പൊടിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വേനലും കൂടി ആയതുകൊണ്ട് എല്ലായിടത്തും നല്ല പൊടിയും ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മ കേൾക്കലോട്ട് നൊറൂത്തും കൂടി എടുക്കാണ്ട് കേട്ടോ. അടിത്തോലൊക്കെ എടുത്തു. അതിൻ്റെ കോലം നോക്കാം. സോക്കേസിൻ്റെ വൃത്തികേടായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടക്കണം. പിന്നെ അതാ കുപ്പിയും പാത്രമൊക്കെ ഒഴിച്ചു കേട്ടോ. എല്ലാത്തത്തെ സാധനം ഒഴിച്ച് ഇനി വലിയത്തെ സാധനങ്ങൾ ഒഴിക്കാണ്ട് കേട്ടോ. അപ്പം ഇനി ഒഴിക്കട്ടെ. അപ്പോൾ വലിയ പാത്രങ്ങൾ ഒഴിക്കൽ തുടങ്ങിട്ടോ. അപ്പോൾ അതിൽ കുറേ സാധനങ്ങളുണ്ട്. ഇത് ഈ ഉലുവയും ഇതൊക്കെ കുഞ്ഞാപ്പ് കൊണ്ടുവന്നതാട്ടോ. കുഞ്ഞാപ്പ് കൊണ്ടുവന്നേത്ത സാധനങ്ങളാട്ടോ. ഇവിടെ വിരുന്നാരൊക്കെ ഉള്ളതിനോട് നല്ല സൗണ്ട് കിട്ടും. ഞാൻ എപ്പോഴാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. വീഡിയോ എന്നോ എടുത്തിക്കണം കേട്ടോ. കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ്, പക്ഷെ എപ്പോഴാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. ഓരോ പാത്രം എടുക്കുമ്പോഴും അതിനൊക്കെ എനിക്ക് പൈസ കിട്ടുകയാണ് കേട്ടോ. ഇമ്മ ആണെങ്കിൽ സാധനം വാങ്ങിയ പൈസ കൊണ്ടുപോയിടുകയാണേ. അതിൽ ആ പാത്രത്തിലാണ് കൊണ്ടുപോയിടും. എന്നിട്ട് പിന്നെ പാത്രം എടുത്തപ്പോഴാണ് അതിനൊക്കെ ഇങ്ങനെ പൈസയും കിട്ടുന്നുണ്ട്. അപ്പോൾ പൊണ്ണൂനോട് പറഞ്ഞത് ഇതിനൊക്കെ പൈസ കിട്ടുന്നുണ്ട് എല്ലാവരും പറഞ്ഞാൽ കേൾക്കണേനുള്ള കൂലിയാണ്. ഇടയിൽ കുറേ സാധനം ഉണ്ട് കേട്ടോ. കുറച്ചായിട്ടോ ഇപ്പോൾ ഇതൊക്കെ കേക്കിയിട്ട്. എൻ്റെ കല്യാണത്തിന് മുന്നേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ കേക്കിട്ടോ. പിന്നെ അടുത്ത പാത്രം തുറന്നപ്പോൾ അതിന് കിട്ടിയിട്ടോ പൈസ. അന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആൾക്ക് ഇത് ഇങ്ങനത്തെ ഒക്കെ ഇങ്ങനെ കേക്ക് നന്നാക്കി ഇങ്ങനെ വെക്കട്ടെ. ഇപ്പം പിന്നെ അങ്ങനത്തെ പണിയൊന്നും ഇല്ല. ഇപ്പം വന്നാൽ മൂലയിൽ കുത്തിറക്കും. ഇങ്ങനത്തെ പണിയൊന്നും എടുക്കൂല കേട്ടോ. ആദ്യം ഫുള്ളും ഞാൻ കേക്കേനി. അങ്ങനെ കേക്കൽ തുടങ്ങിയിട്ടല്ല, കേക്കലല്ല സാധനം ഒഴിക്കുക കേട്ടോ. എല്ലാത്തത്തെ സാധനം ഒഴിക്കുകയാണ്. ഇതൊന്നും പൊട്ടിച്ചാത്ത പേക്കാട്ടോ. ചോളാണ്ടി മുത്താറി എന്നൊക്കെ പറയും ചിലവിൽ. അത് ഒഴിക്കാത്ത പേക്കാട്ടോ. പിന്നെ എൻ്റെ ബീറ്ററിനൊക്കെ കുറേ പയക്കുണ്ട് കേട്ടോ. കുറേ മുന്നത്തെ ബീറ്ററാണ്. അതിൻ്റെ അടുക്ക് അതൊന്ന് കേടന്നീനി. പിന്നെ അത് വീണ്ടും താനേ ഓണായിട്ടോ. നന്നാക്കിയിട്ടൊന്നുമില്ല, താനേ ഓണായതാ. ഇപ്പം എന്താ അവസ്ഥ അറിയില്ല. അപ്പോൾ എടുത്തിട്ടും കുറേ ആയിട്ടോ.
പിന്നെ പഞ്ചസാരൻ്റെ ഞങ്ങളിങ്ങനെ വലിയ ഇതിലാട്ടോ പഞ്ചസാര ആക്കൽ. എല്ലായിടത്തും ചെറിയ കുപ്പിയിലല്ലേ പഞ്ചസാര ആക്കുക, ഞങ്ങൾ വലിയ ഇതിലാട്ടോ പഞ്ചസാര ആക്കുക. അങ്ങനെ ഞാൻ എല്ലാതും ഒഴിച്ച് വെച്ചിട്ടോ. ഈ റാക്കലുണ്ടായ മുഴുവൻ സാധനങ്ങൾ കൊടുത്ത് ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടോ. ഇനി അടുത്ത പണി എന്താ വെച്ചാൽ ഇത് ഫുള്ള് കേൾക്കലാണ് കേട്ടോ അടുത്ത പണി. അപ്പോൾ കേൾക്കണതിന് മുന്നേ ഞാൻ തട്ടി അവിടെ ഒന്ന് തുടച്ചിടാന്ന് കരുതി. പൊടി ഉണ്ടല്ലോ, എല്ലാം പൊടിയാട്ടോ, തുടക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് പൊടി. അപ്പോൾ അവിടെ ഒന്ന് തുടച്ചിട്ടാൽ പിന്നെ കേൾക്കിയാൽ പിന്നെ പണിയില്ലല്ലോ, വേഗം അങ്ങോട്ട് വെച്ചുകൊടുത്താൽ മതിയല്ലോ എഴുതിയാണ്ട് ഫുള്ളും അവിടെ തുടക്കാൻ വേണ്ടി നിന്നേക്കാട്ടോ. അപ്പോൾ അതിൻ്റെ അടിയും ഈ ഷീറ്റിനെ പൊന്തിച്ചാടൊക്കെ ആട്ടോ ഞാൻ തുടക്കണത്. അപ്പോൾ ഫുള്ള് തുടക്കലൊക്കെ തുടങ്ങി. ഇത് പോകണില്ല കേട്ടോ. അത് ഞാനൊരു ബ്രഷൊക്കെ ഇട്ട് ഉരച്ച് മറ്റേ ഉരക്കണതില്ല അതൊക്കെ ഇട്ട് ഉരച്ചിട്ടോ, എന്നിട്ടൊന്നും അത് പോകണില്ല. അതായത് പിടിച്ചിക്കണം കേട്ടോ. നമ്മളിങ്ങനെ സ്ഥിരം ഇങ്ങനെ എടുക്കണോ വെക്കണോ അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ആയിട്ട് കാരം അതൊക്കെ അവിടെ പിടിച്ചിന് കേട്ടോ, വൃത്തികേടായി കിടക്കുന്നുണ്ട്. അവിടെ ടൈലിടാൻ വേണ്ടിയിട്ട് അന്ന് തേച്ചിനിയതൊക്കെ എൻ്റെ വാപ്പ തന്നെയാണ് കേട്ടോ പേര. അപ്പോൾ അന്ന് വാപ്പ എന്താട്ടി അവിടെ അങ്ങനെ പരിക്കിടാന്ന് പറയുമല്ലോ, അങ്ങനെ ആക്കിയിട്ടൊക്കെ കേട്ടോ, മിനുസാക്കാതെ. നമുക്ക് ടൈലിടുമ്പോൾ എളുപ്പമാണ്, അല്ലെങ്കിൽ പിന്നെ കുത്തി പൊളിച്ചണം പറഞ്ഞക്കാണ്ട് വാപ്പ അന്ന് അങ്ങനെ ആക്കിയിട്ടതാ. ഇപ്പം അതിനെ കൊണ്ടും പണിയായിട്ടോ. കാരണം ഇപ്പം അതങ്ങനെ ഒരു വൃത്തിയില്ലാതെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പുറത്തെ സൈഡിൽ ഇട്ടും ചെയ്ത്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ എനിക്ക് വീഡിയോ എടുത്ത് തരുന്ന ആൾ പൊണ്ണു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പൊണ്ണു ഇമ്മാൻ്റെ പണി എന്തായാലും നോക്കാൻ വന്നിക്കണം കേട്ടോ. അപ്പോൾ ഉമ്മ ബെഡിനൊക്കെ എടുത്ത് മറിച്ചിട്ട് കട്ടിലിനൊക്കെ തുടക്കുകയാണ് കേട്ടോ. ഓളാണ് വീഡിയോ എടുത്തിരുന്ന ആൾ. അപ്പോൾ ഓൾ കുറേ ഉമ്മാൻ്റെ അടുത്തേക്ക് കുറേ എൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ സാധനമൊക്കെ ഒഴിച്ച് പിന്നെ കേൾക്കാൻ തുടങ്ങിയിരിക്കണം കേട്ടോ. മഞ്ഞളുടെ കുപ്പി കേട്ടോ, മഞ്ഞ കളർ. ഈ മഞ്ഞൾ, മുളകും പൊടി, മല്ലിങ്ങത്തിൻ്റെ ഒക്കെ കുപ്പി അതന്നെ മാറൂല, കാരണം അതിൻ്റെ ആ കളറാകുമ്പോൾ പിടിച്ചിട്ടുണ്ടാവും. ഇത് മഞ്ഞളുടെ കുപ്പീൻ്റെ കളറൊക്കെ പിടിച്ചിട്ടുണ്ടോ. പിന്നെ ഐസമോളും ഉണ്ട് നമ്മളിപ്പോൾ ക്ലീനിങ്ങിന് കേട്ടോ. ഇടയ്ക്ക് വന്നാണ്ട് എന്നെ അങ്ങനെ വിളിച്ചിട്ടുണ്ടോ. ഓളെ ഞാൻ കുളിപ്പിച്ചാണ്ട് അകത്ത് കയറ്റിയേനെ കേട്ടോ. മുറ്റത്താകുമ്പോൾ നമ്മളെല്ലാവരും അകത്താകുമ്പോൾ അറിയൂലല്ലോ എടുത്തിട്ട് ഓളെ പിടിച്ച് അകത്ത് കിട്ടീന് കേട്ടോ. അപ്പോൾ ഓളും ഉണ്ട് ബാക്കിൽ ഇങ്ങനെ പണിയെടുക്കാൻ. ഞാൻ എടുക്കണ ഓരോ സാധനം ഓളും എടുക്കും കേട്ടോ. പിന്നെ ഫുള്ള് ഞാൻ കേക്കിയത് മഞ്ഞളുടെ കുപ്പിയൊക്കെ ഉണ്ടല്ലേ, മഞ്ഞളുടെയും മല്ലിൻ്റെ ഒക്കെ കുപ്പിയാണ് ആ കളറ് പിടിച്ചിരിക്കണേ. കേക്ക് കിട്ടും, പക്ഷേ കേക്കിയാലൊരു വൃത്തിയാണ്. അങ്ങനെയൊക്കെ കേക്ക് കിട്ടും. കേക്കിയതൊക്കെ ഞാൻ അങ്ങനെ ഇപ്പുറത്തെ സൈഡ് തുടച്ചിക്കാണ്ട് അവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കാം കേട്ടോ. കേക്കിയതും ഞാൻ അവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പോൾ പൊണ്ണും ഓളിങ്ങനെ നടന്ന് എന്തൊക്കെയാണ് വീഡിയോ എടുത്തതെന്നൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാട്ടോ കാണുന്നത് വീഡിയോ എന്തൊക്കെ എടുത്ത സാധനങ്ങളൊക്കെ ഇറക്കി അടുത്ത ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ. അതൊന്നും പോകാത്ത ചളികളാട്ടോ. അപ്പോൾ നമ്മൾ മസാലിനൊക്കെ അങ്ങോട്ട് വെച്ച് ഇവിടെ ഇതാ ഫുള്ള് ഞാൻ കേകി വെച്ചിക്കണ്. ഞാൻ അടുത്തത് നമ്മൾ ഈ സാധനങ്ങൾ ഇറക്കലാട്ടോ. ഇറക്കിയപ്പോഴാണ് അറിഞ്ഞത് ഇത്രയും സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിനോന്ന്. ഇറക്കി കേൾക്കിയപ്പോഴാട്ടോ അറിഞ്ഞത്. അപ്പം ഞാൻ അടുത്തത് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് ഇറക്കലാട്ടോ. എന്നിട്ട് അവിടെയും കൂടി വേണമെന്ന് വൃത്തിയാക്കാം. നമുക്ക് സ്റ്റോർ റൂമില്ല കേട്ടോ, ഈ കണ്ടത് തന്നെ ഉള്ളൂ. അപ്പം ഇനി അതും കൂടി ഒന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ. അപ്പം പിന്നെ അവിടെ വൃത്തിയാക്കാൻ നിന്ന് കേട്ടോ. സാധനമൊക്കെ ആദ്യം താഴത്തേക്ക് എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ തുടക്കുക. അപ്പോൾ അവിടെ കണ്ടില്ലേ പൊടി ഇങ്ങോട്ട് നിറഞ്ഞു കേട്ടോ. അതേപോലെ അവിടെ ആ ടൈലുമേലും ഉണ്ട് കേട്ടോ നല്ല ചളി. അല്ല ഇതിങ്ങനെ വൃത്തികേടായിക്കുണ്ട് കേട്ടോ. ഇവിടെ കുറേ വിരുന്നാരൊക്കെ ഉള്ളതിനോട് നല്ല സൗണ്ട് ആട്ടോ. ഈ സാധനം എടുക്കലേ ഇല്ല കേട്ടോ. ഈ ജഗ് എന്നോ കാലമുള്ളതാണ്, പൊണ്ണൂൻ്റെ കല്യാണത്തിൻ്റെ ആ ടൈമിലുള്ളതാട്ടോ. അത് എടുക്കലേ ഇല്ല. കേക്കിലൊക്കെ കഴിഞ്ഞിട്ടോ. കേക്കിക്കാണ്ടൊക്കെ ഞാൻ കവുത്തിക്കണ്. ഇനി ഇത് ഒക്കെ ആ മേലക്കും അതേപോലെ ഇങ്ങോട്ടൊക്കെ നിറച്ചെങ്കിലേ ഈ അടിയത്തത് നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ കേട്ടോ. അടിയത്തെ 2 തട്ട് ഇനി ബാക്കി കേൾക്കാനാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ ഒരു വലിയൊരു പുതപ്പുണ്ടായിന്, അപ്പോൾ അത് തിരുമ്പാനൊക്കെ പോയി. പിന്നെ അതേപോലെ തന്നെ കുപ്പി, നമ്മൾ ഒഴിഞ്ഞ കുപ്പികൾ കുറേ ഉണ്ട്, അതൊക്കെ ചാക്കിലാക്കി വെച്ചിട്ടോ. അപ്പോൾ ഇനി ഫുള്ള് ഒതുക്കട്ടെ കേട്ടോ. അവിടെയും അപ്പുറത്തൊക്കെ ഒതുക്കട്ടെ, എന്നാലേ നമുക്ക് ഇതും കൂടി കേൾക്കണം കേട്ടോ. നീ 2 തട്ടും കൂടി അടിയത്തും കൂടി കേൾക്കണം. അപ്പോൾ അതിന് കഴിയുള്ളൂ കേട്ടോ. അപ്പം ഇനി ഒക്കെ ഒതുക്കട്ടെ. പിന്നെ അത് എടുത്ത് കേക്കിയോലൊക്കെ അങ്ങോട്ട് തന്നെ വെക്കാൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെ കല്യാണത്തിന് എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നതിൻ്റെ ഗ്ലാസ് ആട്ടോ, ജ്യൂസ് ഗ്ലാസ്സാണ്. അതേപോലെ ഇത് വേറെ അവിടെ അടുത്തുള്ളൊരു കാക്ക കൊണ്ടുവന്നതിനേതാട്ടോ കുടിരിക്കലിൻ്റെ അന്ന്. അത് 6 ഞാനും ഉണ്ടായിനി, പിന്നെ പൊട്ടിയതാട്ടോ, അമ്മ പൊട്ടിച്ചതാണ്. മല കൈയ്യട്ടിക്കാണ്ട് അങ്ങനെ നൂറൂത്തതൊക്കെ അവിടെ വെച്ച് തുടച്ച് അവിടെ ഉണ്ട് ഫുള്ള് സ്ഥലം കാര്യമാക്കിയിട്ട്. എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ടാണ്ട് ഇറക്കി വെക്കാമല്ലോ. ഇത് എടുത്തത് തീരാഞ്ഞാൽ പിന്നെ ഇറക്കാൻ സ്ഥലമില്ല. പിന്നെ അതാ സ്റ്റാൻഡുമത്തെ പാത്രമൊക്കെ വെച്ചാണ്ട് സ്റ്റാൻഡിനെ ഇറക്കിയിട്ടു. സ്റ്റാൻഡിനെ കഴുകാൻ വേണ്ടി ഇതൊക്കെ ഞാൻ ആദ്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴുകലുണ്ടായിരുന്നു. ഇപ്പോൾ തീരെ കഴുകയില്ല. അപ്പോൾ സ്റ്റാൻഡിനെ ഇറക്കിയിട്ടോ അത് കഴുകാൻ വേണ്ടിയിട്ട്. നല്ല രസമാട്ടോ ഇങ്ങനെ കഴുകാനും പണിയെടുക്കാനൊക്കെ.
അത് എടുക്കുമ്പോഴാണ് രസം അറിയാം. പിന്നെ അടുത്ത് പിന്നെ ഫ്രിഡ്ജായിട്ടോ. ഫ്രിഡ്ജിൽ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ഉള്ള സാധനങ്ങളൊക്കെ വലിച്ച് ഞാൻ പുറത്തിട്ടു. സ്റ്റാൻഡിനെ കഴുകി അവിടെ വെച്ചാരേട്ടോ. പിന്നെ ഫ്രിഡ്ജ് കഴുകാൻ നിന്നത്. പിന്നെ ഫ്രിഡ്ജ് കഴുകണമെന്ന് വീഡിയോ എടുത്തില്ല. അപ്പോഴത്തേനും പൊണ്ണു പോയിട്ടോ. ഓളെല്ലാം എടുത്തു തരുന്ന ആള്. അപ്പോൾ ഓള് പോയിനി. അപ്പം പിന്നെ ഓള് വന്നതാട്ടോ. പിന്നെ ഓളൊരു ഉറക്കമൊക്കെ ഉറങ്ങി നീച്ച് വന്നതാണ്. അപ്പോഴാണ് ഞാൻ ഇവിടെ തുടക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓള് വേഗം അത് വീഡിയോ എടുത്ത് തന്നിട്ടോ. ഓള് അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങാൻ പോയി. അപ്പം കുറേ സമയം എടുത്താണ് കേട്ടോ പാത്രവും സാധനമൊക്കെ കേക്ക് ഉണ്ടാക്കിയത്. പിന്നെ ഈ സാധനം കേക്കിയപ്പോൾ നല്ല പണിയായിട്ടോ. ശരിക്കും നിൽക്കാൻ കഴിയാഞ്ഞിട്ട് ഊരങ്ങോട്ട് വേദന ആവാം. പിന്നെ അടുത്ത് അവിടെ കഴിഞ്ഞ് പിന്നെ ഞാൻ ടൈൽസുമ്മക്ക് നിന്നിട്ടോ. ഈ ടൈൽസ് ഉണ്ടല്ലോ തേച്ച് കേക്കിയാണ്ട് അവിടെ തുടച്ചാൽ നല്ല ഭംഗിയായിട്ടോ കാണാനും വേണ്ടിയിട്ട്. ടൈം കുറച്ച് പുക കുടിച്ചതും അതേപോലെ ഗ്യാസുമ്മ പണിയെടുക്കുമ്പോൾ എണ്ണ തെറിച്ചതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്കിങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ അറിയൂല. അപ്പോൾ ഞാൻ ആദ്യം സാബൂന് ഇട്ടാട്ടെ കേൾക്കണത്. സാബു ഇട്ട് കേൾക്കിക്കാണ്ട് പിന്നെ ഫുള്ള് അത് തുടച്ചെടുക്കാണ്ട് വെള്ളം പാർന്ന് പൈപ്പ് ഇടും അല്ലെങ്കിൽ വെള്ളം പാർന്നാൽ മതി. പക്ഷെ നമുക്ക് വെള്ളം പാരാൻ കഴിയൂല കേട്ടോ. ഷീറ്റ് ആയതുകൊണ്ട് ഷീറ്റിൻ്റെ അടിക്കൊക്കെ വെള്ളം പോകും. അപ്പം നമുക്ക് ഗതികേടാണ്. നമ്മൾ അടി ഇട്ടണമെങ്കിൽ നമുക്ക് വെള്ളം പാരേനി. പക്ഷെ അടി ഇടാത്തതിനോട് നമുക്ക് വെള്ളം പാരാൻ കഴിയൂല കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറും. അപ്പം പിന്നെ ഫുള്ള് തുടച്ചെടുത്തിട്ടോ. പിന്നെ എല്ലോടും തുടക്കണ എടുത്തിട്ടില്ല കേട്ടോ. ആ ഭാഗം ഇങ്ങനെ തുടക്കണ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇപ്പുറത്തെ ഭാഗമൊക്കെ ഞാൻ കേക്കിട്ടോ. അടുപ്പ് അതൊക്കെ ഞാൻ തേച്ച് കേക്കിട്ടോ. ഗ്യാസ് അടുപ്പും മറ്റേ അടുപ്പൊക്കെ തേച്ച് ഉരച്ച് കേക്കിട്ടോ. അപ്പം നല്ല ഭംഗി കേട്ടോ. ടൈൽസ് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ അതൊക്കെ ക്ലീനാക്കി കഴിഞ്ഞാരെയാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. കാരണം അപ്പോഴത്തേനൊരു വയ്യായി. പിന്നെ അവിടെയും കൂടി ഒന്ന് വൃത്തിയാക്കാം. പണികളൊക്കെ കഴിഞ്ഞ് സമയം വൈകുന്നേരമായിട്ടോ. ഇതിപ്പോൾ ആരാ അതിൻ്റെ ഇടയിൽ തുറന്നത്? ഇതൊക്കെ മൂടി. അപ്പോൾ അതാ പണിയൊക്കെ കഴിഞ്ഞ് ഇറക്കും. പാത്രമൊക്കെ കഴുകി അതുപോലെ തന്നെ വെച്ച് അടയൊക്കെ പിന്നെ അങ്ങനെ അരപ്പാട്ടോ. അത് പോണില്ല. ഇത് കഴുകി ഒക്കെ സെറ്റാക്കിട്ടോ. ഉണ്ടോ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സാധനമൊക്കെ കുറവാണ്. ഉള്ള സാധനമൊക്കെ ഒതുക്കി വെച്ചുകൊണ്ട് സാധനം തീരെയല്ല കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജൊക്കെ ക്ലീനാക്കി മൊത്തത്തിൽ നടക്കള ഫുള്ള് ക്ലീനാക്കിട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ട് ക്ലീൻ ആക്കിയിട്ട് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടേണ്ടി. കണ്ടോ ഫുള്ള് ഇവിടെയൊക്കെ കേക്കിട്ടോ. സ്റ്റാൻഡൊക്കെ അതിൻ്റെ സ്ഥലത്തേക്ക് തന്നെ വെച്ചു. പിന്നെ ഇപ്പം അമ്മ അവിടെ പോയിക്കാണ്ട് മീൻ പൊരിക്കണ്ട കേട്ടോ. രാവിലെ മീൻ പൊരിച്ചില്ലേനി. ഇപ്പം അമ്മ പോയി മീൻ പൊരിക്കാണ്. അപ്പം എങ്ങനെ ഉണ്ട് എൻ്റെ ഡ്യൂട്ടി ഇനി അടുക്കള. അത് ഞാൻ ഭംഗിയായി നിറവേറ്റി അല്ലേ? എങ്ങനെയുണ്ട് ഉമ്മ? കൊള്ളാം. നമ്മൾ ഇന്നത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ചോറ് നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മ ചോറ് നിന്ന് അവളെ എന്നിട്ട് ബാക്കി എടുക്കാന്ന് പറഞ്ഞാണ്ട് ചീത്ത അറിയുന്നുണ്ട്. അപ്പോൾ ചോറ് നിന്നിട്ടോ. മുഖമൊക്കെ എന്തോ ആയി. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ക്ലീനിങ് പരിപാടി എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടേണ്ടി കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി അടിക്കുക. പിന്നെന്താ കഴിഞ്ഞിട്ടില്ല കേട്ടോ പണി. ഒരു ദിവസം കൂടി എടുക്കാണ്ട്. ഇനി ഈ കസാലകളില്ലേ അതൊക്കെ കഴുകാനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അതും കൂടി ആയാൽ ഫൈനലി കഴിഞ്ഞിട്ടോ. ഇത് തീർക്കണം എന്നാണ് വിചാരിച്ചിന്. പക്ഷേ വൈകുന്നേരമായപ്പോൾ പിന്നെ ഫുള്ള് തീർത്തിട്ടില്ല കേട്ടോ. അതേപോലെ ഈ വാതിലും കൂടി ഉണ്ട് കേട്ടോ കഴുകാൻ. ഉമ്മാക്ക് ഈ വാതിലും കൂടി ഇനി കഴുകാണ്ട്. ഇമ്മേനി കേട്ടോ കഴുകലും ഇതൊക്കെ ഉമ്മേനും ജനാലയും വാതിലൊക്കെ കഴുകലും. ഉമ്മ അടുക്കള ഞാൻ വിചാരിച്ച അടുക്കളയല്ലേ അത് വലിയ പണിയില്ലാന്ന്. പക്ഷേ തുടങ്ങിയപ്പോഴല്ലേ അടുക്കളയുടെ പണിയെന്ന് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഫുള്ള് കഴിഞ്ഞ് ഇമ്മ നിർത്തിയാളെന്നൊക്കെ പറഞ്ഞിനി. പിന്നെ ഏതായാലും തുടങ്ങിയില്ല വിചാരിച്ച് ഫുള്ളാക്കി. അപ്പോൾ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി ചോറ് നിന്നിട്ടോ. ചോറ് നിന്നിട്ടില്ല. അപ്പോൾ എത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റ ബൈ ബൈ.